Hi dears, welcome to my channel. Standard 7 Social Science 4th Chapter അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 കാണാത്തവർ ആ വീഡിയോ കാണുക. നിങ്ങൾക്കാവശ്യമായ ഇംഗ്ലീഷ്, മലയാളം നോട്ടുകൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ അരികുവൽക്കരണത്തിനെതിരെയുള്ള പോരാട്ട ചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പാഠഭാഗം വായിക്കാം. ഊരൂട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. തിരുവനന്തപുരം. ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ എന്നറിയപ്പെടും. കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരൂട്ടമ്പലം ഗവൺമെൻറ് UPSലായിരുന്നു ചരിത്രം മാറ്റിമറിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത്. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈ പിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. പഞ്ചമി കയറിയതിൻ്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീവെച്ചു. പകുതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം. കുട്ടികളെ, ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഈ വാർത്തയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? തിരുവനന്തപുരത്തെ ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ എന്നറിയപ്പെടുന്നു. ഇത് കാലങ്ങൾക്കിപ്പുറമുള്ള ദളിത് സമൂഹത്തിൻ്റെ ഒരു വിജയമാണ് മക്കളെ. ഇതിനു പിന്നിൽ ഒരു ചരിത്ര കഥയുണ്ട്. ടീച്ചർ അത് പറഞ്ഞു തരാം. അതിനു മുൻപായി ഇതിൽ ചിത്രത്തിൽ കാണുന്നത് ആരാണ്? മഹാത്മാ അയ്യങ്കാളി. മഹാത്മാ അയ്യങ്കാളി ആരായിരുന്നു അറിയുമോ? കേരളത്തിലെ ദളിത് സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു മഹാത്മാ അയ്യങ്കാളി. ജാതി വ്യവസ്ഥയുടെ കടുത്ത അതിക്രമങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. താഴ്ന്ന ജാതിക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയ വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ ഇതൊക്കെ പഠിച്ചിട്ടും ഉണ്ടാകും. ഓക്കെ, ടീച്ചർ മുന്നേ പറഞ്ഞ കഥ പറയാം. ദളിത് ബാലികയായ പഞ്ചമി ഊരൂട്ടമ്പലം സ്കൂളിൽ പഠിക്കാനെത്തി. നിങ്ങളൊക്കെ പഠിക്കാനെത്തിയ പോലെ. എന്നാൽ ദളിത് ബാലികയായതുകൊണ്ട് തന്നെ ആ സ്കൂളിൽ പഠനം അനുവദിച്ചില്ല. ഈ വിവരം അറിഞ്ഞ അയ്യങ്കാളി പഞ്ചമിയുടെ കയ്യും പിടിച്ച് സ്കൂളിലെത്തി. ക്ലാസ്സിൽ കയറ്റിയിരുത്തി. അതിനെ തുടർന്ന് ജന്മിമാർ, അതായത് സമൂഹത്തിലെ ഉയർന്ന ജാതിക്കാർ, അവരെന്തു ചെയ്തു? സ്കൂള് തീ വെച്ച് നശിപ്പിച്ചു. അന്ന് കത്തി നശിക്കാതെ പോയവ ഇന്നും അവിടെ സംരക്ഷിക്കുന്നു. കാലങ്ങൾക്കിപ്പുറം ഈ സ്കൂളാണ് പഞ്ചമിയുടെ പേരിൽ തന്നെ നാമകരണം ചെയ്യപ്പെട്ടത്. എങ്ങനെയുണ്ട് മക്കളെ കഥ? അപ്പോൾ വിജയം തന്നെ അല്ലേ? മഹാത്മാ അയ്യങ്കാളിയുടെയും പഞ്ചമിയുടെയും ഒക്കെ വിജയമാണ്. ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഒക്കെയുണ്ട്. എല്ലാ മക്കളും നന്നായി പഠിക്കുക, നല്ല മക്കളായി വളരുക. നെക്സ്റ്റ് പാരഗ്രാഫ്. താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായി വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുവാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു. വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധിയെന്ന് തിരിച്ചറിഞ്ഞതാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള അരികുവൽക്കരണത്തിനെതിരെ മഹാത്മാ അയ്യങ്കാളി നടത്തിയ സമരം പരിചയപ്പെട്ടല്ലോ. ദളിത് വിഭാഗങ്ങൾക്ക് വാഹനത്തിൽ സഞ്ചരിക്കാനും പൊതുവഴിയിൽ നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവകാശമില്ലാതിരുന്ന കാലമായിരുന്നു മുമ്പ് നിലനിന്നിരുന്നത്.
അടിസ്ഥാന സൗകര്യങ്ങൾ, അന്തസ്സ്, തുല്യത, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർക്കുണ്ടായിരുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. ഈ പാരഗ്രാഫിൽ പറയുന്നത് പണ്ടത്തെ കാലത്ത് കേരളീയ സമൂഹത്തിൽ കടുത്ത ജാതി വിഭാഗീയത നിലനിന്നിരുന്നു. താഴ്ന്ന ജാതിക്കാർ, ഉയർന്ന ജാതിക്കാർ എന്നിങ്ങനെയായിരുന്നു ഈ വിഭാഗീയത ഉണ്ടായിരുന്നത്. താഴ്ന്ന ജാതിക്കാരുടെ എല്ലാ അവകാശങ്ങളും ഉയർന്ന ജാതിക്കാർ നിഷേധിച്ചിരുന്നു. അവർ സമൂഹത്തിൽ അരികുവൽക്കരണത്തിന് വിധേയരാവുകയാണ് ഉണ്ടായത്. ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. അതിനെ പ്രതിരോധിക്കാൻ വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നതായിരുന്നു അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പല മഹത് വ്യക്തികളുടെയും നിലപാട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുവും മറ്റു നവോത്ഥാന നേതാക്കളും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി. അരികുവൽക്കരണത്തെ എതിർത്തവരാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങൾ അതിന് ഉദാഹരണമാണ്. അതായത് അരികുവൽക്കരിക്കപ്പെട്ട ജനതയെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ വിദ്യാഭ്യാസത്തിന് മാത്രമേ കഴിയൂ എന്ന തിരിച്ചറിവ് ചില മഹത് വ്യക്തികൾക്ക് ഉണ്ടായി. അവർ അതിനായി പ്രവർത്തിച്ചു. ശ്രീനാരായണ ഗുരു, മഹാത്മാ അയ്യങ്കാളി, അയ്യ വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ തുടങ്ങിയവരായിരുന്നു ആ മഹത് വ്യക്തികൾ. കുട്ടികളെ, ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. കൂടാതെ കമൻറ്റും ചെയ്യണേ.